അത് കേന്ദ്രമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവനയോടുകൂടി മത്സ്യത്തൊഴിലാളികളെ മുനമ്പം പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലായി. മുനമ്പ് ഇപ്പോഴത്തെ ഈ വഖഫ് നിയമ ഭേദഗതിയും ഈ മുനമ്പം പ്രശ്നവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. അതാണ് കാരണം. മുൻകാല പ്രാബല്യം നൽകാത്തിടത്തോളം കാലം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിലെ MP-മാർ പറഞ്ഞല്ലോ, മുൻകാല പ്രാബല്യം ഇതിന് നൽകാത്തിടത്തോളം കാലം മുനമ്പം പ്രശ്നം പറഞ്ഞ് അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തിനുള്ളത് വ്യക്തമായി കഴിഞ്ഞു. രേഖകളുടെ അടിസ്ഥാനത്തിൽ വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ് ട്രിബ്യൂണൽ വിധി പറയാനിരിക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ഈ ട്രിബ്യൂണലിന് എതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അതുതന്നെ ഇത് നീട്ടിക്കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. കാരണം കേരളത്തിൽ പ്രതിപക്ഷം അനുകൂലമാണ്, LDF അനുകൂലമാണ്. ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല? പിണറായി വിജയൻ്റെയും ലക്ഷ്യം അതാണ്. കാരണം ഈ മുനമ്പം പ്രശ്നം കൂടുതൽ രൂക്ഷമായി വരുമ്പോഴാണ് അതിൻ്റെ ദൂഷ്യം അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ക്രൈസ്തവ മുസ്ലിം സൗഹാർദ്ദം തകർത്തുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് സംസ്ഥാന ഗവൺമെൻറ്റും പിണറായി വിജയനും ശ്രമിക്കുന്നത്. BJPയും കേരളത്തിലെ ഗവൺമെൻറ്റും ഒരേ തൂവൽ പക്ഷികളാണ് മുനമ്പത്തിൻ്റെ കാര്യത്തിൽ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.